ഗ്ലാസ് മുഴുവനായിട്ട് ഐസ് നിറയ്ക്കണം കേട്ടോ. ഇതെന്താണ് വോഡ്കയാണോ? ആണോ? എന്തോ തലാറണം. ഞാൻ ഉണ്ടാക്കി ഐസ് ടീ ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പറഞ്ഞോ. ഹലോ, നമ്മൾ ഇന്നൊരു ഐസ് ടീ ഉണ്ടാക്കാൻ വേണ്ടി പോണേട്ടോ. വളരെ സിമ്പിൾ ആണ്, 5 മിനിറ്റ് മതി. അപ്പൊ ഞാൻ ഈ റെസിപ്പി ഷാൻജിയോ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് എടുത്തേക്കണത്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഗ്ലാസ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബാക്കി ഐസല്ലേ വരുള്ളൂ, ഒരു 1/2 ഗ്ലാസും കൂടി ഇടാം, ലച്ചുവിനും കൂടെ. അത് മതി അവസാനത്തേക്ക്. എന്താ വെച്ചാ അങ്ങനെ ഒരു സംശയം, കുറച്ച് മതി നമുക്ക്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കിട്ടുമൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് എടുക്കണ്ടേ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ. ഇങ്ങനെ പക്കായിട്ട് മതിയാ. പഞ്ചസാര 2 3 4. നമ്മുടെ ഇപ്പൊ ഞാനൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 3 സ്പൂണല്ലേ 4 സ്പൂണല്ലേ ഒരു ടേബിൾ സ്പൂൺ? എത്ര ടേബിൾ സ്പൂൺ ഇടാനാണ് പുള്ളി പറഞ്ഞത്? അതൊക്കെ എന്റെ കണക്കാണ്, എനിക്കറിയാം എത്ര മധുരം വേണം. ഇതിപ്പോ ഞാനിപ്പോ ഇട്ട മധുരം എന്ന് പറഞ്ഞൊരു മീഡിയം മധുരം ഒരിക്കും ഉണ്ടാവുള്ളൂ. കട്ട ചെയ്തിട്ട് നല്ല മധുരം വേണമെന്നുണ്ടാ? നാരങ്ങ ഇടുന്നതാണ്, പുളി വരുമോ? 1 സ്പൂണും കൂടി ഇടാം, ഒന്നും പറയണല്ലോ. അതൊരു വീഡിയോ കാണുമ്പോഴത്തേക്ക് അത് വൃത്തിക്ക് കണ്ടുപിടിക്കും എന്താണ് അതിന്റെ അകത്തുള്ള സാധനം എന്നൊക്കെ. ഇതങ്ങനെ കാണണമെന്നൊന്നും ഇല്ല ഇത് കേട്ടോ. നമ്മള് കട്ടൻ ചായ വെക്കണം, നമ്മുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇടണത്. കട്ടൻ ചായയില് നാരങ്ങ ഇടാറുണ്ടോ? ലൈം ടീ ഉണ്ടാക്കാറുണ്ടല്ലോ ഇവിടെ. അടുത്ത ചോദിക്ക്. ലൈം ടീ ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. ചെയ്തിട്ട് ഇത് കുടിച്ചിട്ട് പറയ് ഇതില് മധുരം കുറവാണോ എന്നുള്ളത്. നന്നായിട്ട് തിളക്കണം. ഞാൻ ഇതുവരെ ഐസ് ടീ കുടിച്ചിട്ടില്ല കേട്ടാ. ചെയ്തിട്ടും കഴിച്ചിട്ടുണ്ടാ? ഞാൻ കുടിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് അറിയില്ല അതെങ്ങനെയാണ്, എത്ര മധുരം നമുക്ക് വേണം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ആരാ? അച്ഛൻ സവനപ്പായിട്ട് വന്നിട്ടുണ്ട്. വേണം. നമ്മള് സാധാരണ ചായ ഉണ്ടാക്കണ പോലെ ഒരു പ്രശ്നമില്ല, മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് കട്ടൻ ചായ ഉണ്ടാക്കണ പോലെ അതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ഐസ് ടീ എന്ന് പറയുമ്പോഴത്തേക്കും തണുത്ത ഐസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായ. സാധാരണ ചായ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല, വെറുതെ ഊതി കുടിക്കും, അത്ര വ്യത്യാസമുള്ളൂ. അതിന് വലിയൊരു സംഭവമായിട്ടൊന്നും ഐസ് ടീ ഇല്ല കേട്ടോ പറയാനായിട്ട്. നന്നായിട്ട് തിളക്കട്ടെ. ചായപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം, എന്നുവെച്ചാൽ നമ്മുടെ കടുപ്പത്തിൽ. കുറച്ചും കൂടി കടുപ്പം വേണ്ടേ? നോക്കട്ടെ. നമുക്കിനി ചായ നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമുക്ക് പോയാ കടുപ്പ് ഇത്തിരി കൂടി, സാരില്ല അല്ലേ? ഇനി നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാ നമുക്കിത് ആറണം. ആറിക്കഴിഞ്ഞാലേ നമുക്കിനി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്യണം അല്ലേ? ഇനി വെയിറ്റ് ചെയ്യണം, ഒരു 10 മിനിറ്റ് ആവുമ്പോഴത്തേക്കും. ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടി ഒന്നും പാടില്ല. അത് തന്നെ സെറ്റിൽ ഡൗൺ ആവും ചെയ്തിട്ട് ആറിക്കഴിയുമ്പോ അങ്ങനെ. അല്ലാതെ ഒരു ചായപ്പൊടി ഇല്ല നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഇനി ഇതെല്ലാം ഇവിടെ ഇരുന്ന് ഇതിന്റെ മട്ടെല്ലാം താഴെ വീണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിച്ചെടുക്കാം, ഊറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ചായ ചൂടാണ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചായ എല്ലാം നല്ലോണം ഇങ്ങനെ തണുത്ത് ഇരിക്കൂലേ ചായ, അതുപോലെ ആയിട്ട് ഇരിക്കണം കേട്ടാ. അപ്പഴത്തേക്കും ഞാൻ പോയി ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ ചായയൊക്കെ ആറിയിട്ടുണ്ട്, നമുക്കിനി ഐസ് ടീ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മള് കൂടെ കഴിക്കാനായിട്ട് ഒരു നീലം മാങ്ങ മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത്
പഴുത്തൊരു ബ്ലുബ്ലാന്നായിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. അപ്പൊ അതേ നമ്മൾ 2 ഗ്ലാസ്സിലാണ് എടുക്കണത്. ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കണേണ് പുതിന ഇല, നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടാ. കഴുകിയതാണ്? ആ, കഴുകി വെച്ചേക്കണേ. അപ്പൊ നമുക്ക് മിന്റ് ലീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നാരങ്ങ. നാരങ്ങ ഒരെണ്ണം ഇട്ടാ മതി? ഒരെണ്ണം മതിയാ? ഞാൻ അത് ഒരെണ്ണം കിടന്നോട്ടെ, കുഴപ്പമില്ല, അത് എന്റെ ക്ലാസ്സാ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരുപാട് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഐസ് ഇട്ട് കൊടുക്കാം. ഐസ് നിറയണം കേട്ടോ ഗ്ലാസ്സില്. ഓ, ഐസ് പിടിക്കുമ്പോ തന്നെ എന്തൊരു സുഖം. ഐസ് ക്യൂബ് കട്ട പിടിച്ചോണ്ടേ അത് കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടോ, ഇത് മാറ്റാല്ലേ. നമ്മളെ ഐസ് ഒരു ഭംഗിയുള്ള ഐസായിരുന്നു, പക്ഷെ ഭയങ്കര കട്ട പിടിച്ച്. ഭംഗിയുണ്ടോ? കൊറേ ചില്ലി പോലത്തെ കിടപ്പുണ്ട്. ഇത് കണ്ട, ഇത്ര മതിയാവോ? ഇത് നോക്കിയാൽ നമ്മുടെ ഗ്ലാസ് മുഴുവനായിട്ട് ഐസ് നിറയ്ക്കണം കേട്ടോ. ഇതാ ഞാൻ പറ്റുന്ന രീതിയിൽ ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ കട്ടൻ ചായ ഒഴിക്കുക. മൈക്കോണല്ലേ, ഒഴിക്കട്ടെ കട്ടൻ ചായ? ഇത് ഒഴിക്കാം. ഓ, ഐസ് ഒന്ന് ഇരുന്ന്. ഓ, ഇത് ഒഴിക്കുമ്പോ തന്നെ ഒന്ന് താഴ്ന്നോണ് ഐസ്. അപ്പൊ ഇത് ലച്ചുവിന് ചെയ്തിരുന്നു എനിക്ക്. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഐസ് ടീ? നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തു പോയി ടേസ്റ്റ് ചെയ്യാം. ഈ നാരങ്ങയൊന്നും വേണ്ടല്ലോ, ഇത് നമ്മള് ഭംഗിക്ക് വെച്ചേക്കണ കേട്ടാ, വീഡിയോയ്ക്ക് ഒരു രസത്തിന് വേണ്ടിട്ട്. ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഞാൻ പീച്ച് ഐസ് ടീ അങ്ങനെ കുടിച്ചിട്ടുണ്ട്. കടുപ്പം കുറവാ. കടുപ്പം കൂടണമായിരുന്ന ഒരു അത്രക്കൊരു ഗുമ്മായില്ല. ഇത് മധുരം കുറവാണ്. മധുരം കുറവാ. മധുരം കുറവാ. നീ ആ നെസ്കഫേയുടെ ഞാൻ ഇവിടെ മേടിക്കുന്ന ഒരു പൗഡർ നീ കുടിക്കാറില്ലേ? ഇല്ല. ഇതിലും നല്ലത് നെസ്കഫേയുടെ പൗഡറാണ്. ഇത് വെള്ളം ചോക്കണം. അത് ഐസ് അത്ര ഇട്ടിട്ടില്ലേ? അപ്പം ഇത് വേണം. കടുപ്പം കൂടുന്നത്. കടുപ്പ് ഭയങ്കര കൂടുതലായിരുന്നു, ഭയങ്കര കറുത്ത കളർ പോലെ. മധുരം കുറവായിരിക്കും അല്ലേടി? ടേസ്റ്റ് ഉണ്ട്, എന്നാലും ഒരു വെള്ളച്ചോ. ഈ ഐസ് മെൽറ്റ് ആവണം. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഐസിന്റെ മെൽറ്റ് ആവണതനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആണ്. മധുരത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. മതിന്ന് കടുപ്പത് മതി. അല്ലെങ്കിൽ കടുപ്പം കുറയ്ക്കണമായിരുന്നു. നാരങ്ങ കൂടിയാ. ഒന്നാമത്തെ കാര്യം എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കും ഫ്ലോപ്പല്ല, ചിലപ്പോ ഈ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും. ഇച്ചിരി മധുരം ഇട്ടാലോ? ഇച്ചിരി മധുരം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടെ വേഗം വരാട്ടാ. കുടിച്ചു നോക്കിയേ. പഞ്ചസാര ഇട്ടിട്ടൊന്ന് എനിക്ക് ഇപ്പൊ എന്റെ ഇതിൽ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ അലിയാനുണ്ട്. എന്താ? അയ്യോ, ഭയങ്കര തണുപ്പാണല്ലോ. അല്ലെ, പറ്റത് ടേസ്റ്റ് ഇല്ലേ ഇത്? പക്ഷെ ഇങ്ങനെ കുടിക്കരുത്. ഇതിങ്ങനെ പയ്യെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ TV ഒക്കെ കണ്ടിട്ട് കുടിക്കേണ്ട സാധനം അത്. ഇതെന്താണ്, വോഡ്കയാണോ? ആണോ? ആണോടോ? ഇത് അങ്ങനെ ഉണ്ടോ വോഡ്ക? ഇങ്ങനെ വോഡ്ക? എന്ത് വോഡ്ക? വോഡ്ക മദ്യമല്ലേ? ഇത് മദ്യം?
അല്ല പെട്ടെന്ന് ഒരാള് ഓ കടന്നു വരുമ്പോ നമ്മളിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇത് കുടിക്കണ അമ്മയൊക്കെ പരസ്യമായിട്ട് അടിപൊളി അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ഇഷ്ടമായി ഇപ്പൊ. കുറച്ചും കൂടി നേരത്തെക്കാട്ടും കൊള്ളാം. പഞ്ചസാര കുറെ അലിയാൻ കിടക്കണ, എന്തോരം ഇളക്കണ് അല്ലേ ഇതേട്ടാ. മധുരം കുറഞ്ഞിട്ടാണ് ഇതേട്ടാ, അല്ലെങ്കിൽ ബെറ്റർ അല്ലേ? ഐസ് ഇത് പതുക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എന്തൊക്കെയുണ്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു പയ്യെ പയ്യെ. ക്യാമറ ഓൺ ആണ്. ക്യാമറമാൻ അപ്പൊ എനിക്ക് ലൈറ്റ് ആയിട്ട് ആവറേജ് ഇഷ്ടമായി. നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായില്ല, ഒരു ടേസ്റ്റും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടാ. ബട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറുതായിട്ട്. എന്തോ തലാറങ്ങ അച്ഛൻ ചിരിക്കുന്നുണ്ട്. എന്തോരം ചേഴ്സ. അച്ചാറുണ്ടാ ശരിക്കും ആ ഒരു കളറില്ലേ? പഞ്ചസാര എന്താ അടിപൊളിയായിട്ട് കിടക്കാനുണ്ടാക്കി. ഇതിങ്ങനെ ഇങ്ങനെ ഇളക്ക്. പക്ഷെ ഇത് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കൂട്ടോ, നല്ല മധുരത്തില്. സിപ്പ് സിപ്പായിട്ട് കുടിക്കണം, വളരെ ചെറിയ സിപ്പ്, ഒരു ധൃതിയില്ലാതെ കുടിക്കേണ്ട സാധനമാണ് കേട്ടാ. എനിക്ക് പുറത്തുനിന്ന് ഒരു ഐസ് ടീ മേടിച്ചു തരുമോ? നമുക്ക് മേടിച്ച കോൾഡ് കോഫി ഉണ്ടാക്കിയാലോ? എനിക്ക് കോഫി ഇഷ്ടല്ല, ഞാൻ കോഫി ഒന്നും എനിക്ക് ഇഷ്ടമല്ലല്ലോ. പുറത്തുനിന്ന് ആദ്യം വാങ്ങിത്താ, എന്നാലും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നാളെ കഴിക്കാം. ഞാൻ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുമ്പോ ഉണ്ടാക്കി തരാത്തത് പോലെ കഴിക്കോ? ഉണ്ടാക്കിയാ കഴിച്ചല്ലേ പറ്റൂ. ഞാൻ എന്തുണ്ടാക്കിയാലും ഇഷ്ടം. കുഞ്ഞു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നല്ല ചൂടല്ലേ, നമുക്കിപ്പോ പുറത്തു പോയാലും വീട്ടിലിരുന്നാലും എപ്പോഴും തണുപ്പ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇന്ന് അതുപോലെ ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോ എന്തെങ്കിലും തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീധരൻ പറഞ്ഞത്. നമ്മൾ ഇന്നാള് 2-3 ദിവസം മുന്നേ ഷാൻജി ഒരു ഐസ് ടീ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീധരൻ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഐസ് ടീ ഉണ്ടാക്കിക്കൂടെ ചോദിച്ചു. പക്ഷെ ഉണ്ടല്ലോ ഐസ് ടീ ഉള്ളു ഭയങ്കര തണുപ്പിക്കണില്ലേ, ബോഡി മൊത്തം ഒരു തണുപ്പ്. ആ ചൂട് ഇത്രയും നേരം ചൂടായിരുന്നു എനിക്ക്. പിന്നെ അടുക്കളയിൽ നിന്ന് ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ ഇത് കുടിച്ചപ്പോ ബോഡി മൊത്തം ഇങ്ങനെ തണുപ്പ് പോലെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എനിക്ക് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ തീരാനായിട്ട്, അത്രയും കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരും. ബൈ. നമ്മുടെ ഒരു കപ്പക്കറിയുടെ ഒരു വീഡിയോയുടെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണേ.